പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് ഹൈസം സാർ ആണ്. സാർ ഖത്തറിൽ നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങള്? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ എത്തുന്നത്. ഒരുപാട് പുതിയ മെമ്പേഴ്സ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഈ ഒരു ജേണി ഇത്രയും ഭംഗിയായിട്ട് പോകുന്നത് കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ നമ്പർ 358 തോന്നുന്നു അല്ലെ? 58ാമത്തെ ദിവസമാണോ നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്? 78ആണോ? 78. അപ്പൊ ഇത്രയും 78. ഓക്കെ, 378 ദിവസം തുടർച്ചയായിട്ടുള്ള ഈ ഒരു ജേണിയില് ഒരുപാട് തവണ ഭാഗമാവാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ജേണി ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിംബിൾ അക്കാദമിക്കും അതേപോലെ അതിനെ മുമ്പിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സജന മാം, അതേപോലെ നമ്മളെ ഓരോ മെമ്പേഴ്സും, എല്ലാവർക്കും ആദ്യമേ ഒരു ബിഗ് സല്യൂട്ട് പറയണം. ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് നമ്മുടെ ഒക്കെ ലൈഫിനായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ. നമ്മുടെയൊക്കെ ലൈഫില് കുറ്റപ്പെടുത്തൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ബ്ലെയിം അഥവാ കുറ്റപ്പെടുത്തൽ. അത് അനുഭവിക്കാത്ത ആരെങ്കിലും ഈ ഒരു ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. കുറ്റപ്പെടുത്തലുകൾ അനുഭവിക്കാത്ത അല്ലെ കുറ്റപ്പെടുത്താത്ത, ജീവിതത്തിൽ ഇതുവരെ കുറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടോ? ഉണ്ടാവില്ല അല്ലെ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും മറ്റു പലരാലും, അല്ലെങ്കിൽ കുറ്റബോധത്തിലൂടെ ജീവിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ ലൈഫില് ആത്മഹത്യയുടെ നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് കുറ്റബോധം കൊണ്ടാണ്. കുറ്റബോധം, ചെയ്തു പോയതിന്റെ കുറ്റബോധം, അല്ലെങ്കിൽ മറ്റൊരാൾ കുറ്റപ്പെടുത്തിയതിന്റെ കുറ്റബോധം, അങ്ങനെ ആ ഒരു ഫീലിംഗിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതും ചെയ്യുന്നതും. അപ്പൊ ഈ കുറ്റബോധം എങ്ങനെ വരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ പിറകിൽ ഒരു കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാവും. സമൂഹത്തിൻ്റെതായാലും വ്യക്തികളുടേതായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെതായാലും ഒക്കെ. അപ്പോ മനുഷ്യനെ വിഴുങ്ങുന്ന 4 കായകളിൽ ഒന്നാണ് കുറ്റബോധവും കുറ്റപ്പെടുത്തലും അതേപോലെ ക്രോധവും കാപട്യവും. ഈ 4 കായയുടെ രുചി അനുഭവിച്ച ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക്, അയാൾക്ക് ഈ പ്രപഞ്ചത്തിന്റെ ഒരു എനർജി ഉണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ബോധമുണ്ട്. അതിനെ കൃത്യമായിട്ട് ലഭിക്കാനോ അത് ആസ്വദിക്കാനോ കഴിയാതെ പോകും എന്നുള്ളതാണ്. ആ ഒരു യൂണിവേഴ്സൽ സെൻസിറ്റിവിറ്റി കട്ടായി പോകും. നമ്മള് ആ ഒരു ബോധം ഇല്ലാത്ത, അല്ല ആ ബോധത്തിന്റെ ഒരു അവസ്ഥ, ജീവിക്കുന്നതിന്റെ സന്തോഷം അനുഭവിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതില് ഒരു കാര്യമായിട്ടുള്ള കുറ്റപ്പെടുത്തലാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളൊക്കെ പലരെയും കുറ്റപ്പെടുത്താറുണ്ടാവും അല്ലെ?
ഉണ്ടോ? നിങ്ങളൊക്കെ ആരെങ്കിലും കുറ്റപ്പെടുത്താറുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോ അറിയണ്ടാവില്ല അല്ലെ. കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ, എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അതിന് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം എന്തെങ്കിലും നമ്മൾ ആലോചിച്ച് നോക്കൂ അല്ലെ. ഇതിനെന്താണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്താണ് അല്ലെ? അവൻ എൻ്റെ ജീവിതം അങ്ങനെ ആക്കി, അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം മോശമായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, തുടങ്ങിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ജീവിതത്തിൽ ഉണ്ടാവുന്ന പല അനുഭവത്തിന്റെയും കാരണം മറ്റെന്തെങ്കിലും ആണ് എന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവിടെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒന്നിനെ നമ്മൾ കുറ്റം ആരോപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിയന്ത്രണത്തിൽ വരാത്ത, അല്ലെ നമുക്കത് കഴിയാതെ പോകുമ്പോൾ അവിടെ ഒരു കുറ്റപ്പെടുത്തലോട് കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തും അല്ലെ, ഭർത്താവ് ഭാര്യനെ കുറ്റപ്പെടുത്തും, അമ്മ മക്കളെ കുറ്റപ്പെടുത്തും. ഓരോരുത്തരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവരെ നമ്മൾ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ചെറിയ കാര്യത്തിനും നമ്മൾ അവരെ കൊല്ലുകയാണ്, അറിഞ്ഞോ അറിയാതെയോ. അത് 4 തരത്തിലാണ് കുറ്റപ്പെടുത്തലുകളെ നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ട്, എനിക്ക് പണമില്ലാത്തത് കൊണ്ട്, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് എന്ന് നമ്മൾ നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുകയാണ് അവിടെ. അത് ഒരു കുറ്റപ്പെടുത്തൽ അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മറ്റൊരു വ്യക്തിയെ കുറ്റപ്പെടുത്തുക. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തത് കൊണ്ട്, അവൻ എന്നെ തല്ലിയത് കൊണ്ടാണ് ഞാൻ തിരിച്ചു തല്ലിയത്, അല്ലെ അവനാണ് ആദ്യം എന്നെ അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മൾ മറ്റു പല ഒരു വ്യക്തികളെ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലെ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശീലിച്ചു പോകുന്ന കുറെ സ്വഭാവങ്ങളുടെ കൂടെ ഉള്ള ഒരു കാര്യമാണത്. മൂന്നാമത്തെ കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വസ്തുക്കളെ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലെ. വസ്തുക്കളെ കുറ്റപ്പെടുത്തല്ലേ. മഴ പെയ്തത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല അല്ലേ. ഒരു ഗ്ലാസ് വീണ് പൊട്ടിക്കഴിഞ്ഞാല് നമ്മൾ എന്താ പറയാ, അത് അവിടെ വെച്ചത് കൊണ്ട് താഴെ പോയി. ഇനിയിപ്പോ ഒരു കറി വെക്കുന്ന സമയത്താണെങ്കിൽ പോലും അതിന് ടേസ്റ്റ് കുറഞ്ഞാലും നമ്മൾ ആരെ കുറ്റപ്പെടുത്തുക, അതിന്റെ മസാല തീരെ ശരിയായില്ല, അത് ആ കമ്പനിന്റെ മസാല ഒരു വസ്തുവിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറ്റപ്പെടുത്തും നമ്മള്. ദോശ നന്നായിട്ടില്ലെങ്കിൽ ചട്ടി നമ്മൾ കുറ്റപ്പെടുത്തും. അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഒരു ദിവസം ശരിക്കും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലിസ്റ്റിൽ ഒരു കുറ്റപ്പെടുത്തലിന്റെ വലിയ നീണ്ട ഒരു നിര ഉണ്ടാവും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മൾ ഓരോന്നിനെയും കുറ്റപ്പെടുത്തുക. പിന്നെ നമ്മളുള്ള ഒരു കുറ്റപ്പെടുത്തൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ആ ഒരു കമ്പനിയുടെ കൂടെ, അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ നടന്നത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയിപ്പോയത്, അങ്ങനെ പറയാറില്ലേ. അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെ ആയത്, അല്ലെങ്കിൽ ആ ഒരു സമുദായത്തിലുള്ള ആളായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവനായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്. ഇതൊക്കെ കുറ്റപ്പെടുത്തലിന്റെ പല വേർഷൻസ് ആണ്. എല്ലാ കുറ്റപ്പെടുത്തലും
ഈ ഒരു 4 കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അപ്പോ ഇതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ. അറിഞ്ഞോ അറിയാതെയോ തരത്തിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞാലും അവനവന്റെ മനഃശക്തിയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മനസ്സിന്റെ ആ ഒരു കഴിവിനെ, ഒരു സ്റ്റെബിലിറ്റിനെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ സ്വയം നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അത് നമ്മൾ ഏറ്റെടുക്കുന്നതും അത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നമ്മൾ അത് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ആ ഒരു വിഷയത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിന്റെ, ആ സംഭവിച്ച കാര്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള കാരണം തിരിച്ചറിയാൻ കഴിയുന്നുള്ളതാണ്. മറ്റൊരാളെ പേരിൽ അല്ല മറ്റൊരു വസ്തുവിന്റെ പേരിലോ നമ്മളത് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ അവരെ പേരിൽ നമ്മൾ ആരോപിക്കുകയോ ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് ചിലപ്പോൾ നമുക്ക് എത്താൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ ഓരോ കാര്യത്തിന്റെയും മേലെ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റൊരാളെ മേലിൽ അടിച്ചേൽപ്പിക്കുക അല്ലെങ്കിൽ അവരെ പേരിൽ ആരോപിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്കൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെയുള്ളവരുടെ ലൈഫ് ഒന്ന് നിരീക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും, അവർക്ക് ആ ഒരു ലൈഫിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. കുറ്റപ്പെടുത്തുന്ന സമയത്ത് അവരെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ചെയ്യുക എപ്പോഴും, അല്ലെ? അവരെ ഭാഗം ന്യായീകരിച്ചിട്ട് മറ്റുള്ളവര് അല്ലെങ്കിൽ മറ്റുള്ള ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നശിച്ചു പോവുകയാണ്. നശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിൽ അവിടെ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്കായിരിക്കും. എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളെ പ്രോബ്ലംസിനെ തിരിച്ചറിയാനുള്ള സമയം നമ്മൾ എടുക്കാതിരിക്കുക. നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് നമ്മളതല്ല എന്നുള്ള തോന്നലാണ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുന്നതും അത് അവരെ പ്രശ്നമാണെന്ന് നമ്മൾ വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അവിടെ യഥാർത്ഥത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് പോലും ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല. നമ്മളിത് ശീലിച്ചു പോകുന്നതാണ്, അല്ലെ? ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുട്ടിക്കാലം മുതൽ നമുക്ക് നമ്മളെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ പാരൻസിന്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് കുറെ സാധനങ്ങൾ. അതിന്റെ കൂടെ ഉള്ളതായിരിക്കും. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ, കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു അനുഭവം, എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ അവയോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നൊന്ന് നിരീക്ഷിച്ചു നോക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേക സിറ്റുവേഷൻ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു കാര്യത്തിനോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ തന്നെ നിരീക്ഷിക്കുക. എന്നിട്ട് അത് കൂടാതെ നമ്മളോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളെ ഉള്ളിൽ നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളോട് എന്നുള്ളത് ഒന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് എത്രമാത്രം ഈ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന ആ ഒരു ബാധ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. സ്വയം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മറ്റൊരാളുടെ കൺട്രോളിൽ നമ്മൾ കൊടുക്കുകയാണ്. ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മളെ എല്ലാ അധികാരവും അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ മറ്റൊരാളെ നമ്മളെ ഏൽപ്പിക്കുകയാണ്. നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള മഹാമസ്തിഷ്കത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ അത്രയും യുണീക്ക് ആയിട്ടുള്ള ഓരോ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടും
നമ്മുടെ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടാണ്, അല്ലെ നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്. അല്ല, നമ്മൾ പലപ്പോഴും നമ്മൾ സ്ഥിരം നമ്മുടെ ലൈഫിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഉണ്ടായത്, ഇവരെ കൂടെ ജീവിച്ചതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കുറെ വാക്കുകളായിരിക്കും അല്ലെ. നമ്മൾ അതിനെ കൃത്യമായിട്ട് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കുകയോ അല്ലായിരിക്കും നമ്മൾ ചെയ്യാം. നമ്മൾ അവിടെ ആ ഒരു സേഫ് സോണിൽ നിൽക്കുക ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് നമ്മൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മൾ അതിനെ ന്യായീകരിക്കുന്ന സമയത്ത് നമ്മൾ അതേ പാറ്റേണിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാവരെയും കുറ്റപ്പെടുത്തി, ഇവിടെ കുറ്റപ്പെടുത്തി, അവിടെ കുറ്റപ്പെടുത്തി, നമ്മൾ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് നമ്മളെ ഗ്രോത്തിലേക്ക് മുന്നോട്ട് പോവാൻ, അല്ലെങ്കിൽ നമ്മളെ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവ് നമ്മൾ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നെങ്കിലും ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ എല്ലാ കാര്യത്തിന്റെയും നിയന്ത്രണം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ലൈഫിന്റെ ഒരു സ്മൂത്ത്നെസ് അവിടെ നഷ്ടപ്പെടുകയാണ്. ഇതിന്റെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ അനുഭവങ്ങള് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങള്, ഇതൊക്കെ നമ്മുടെ കൺട്രോള് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് പകരം അത് നമ്മൾ തന്നെ അതിനെ പ്രതികരിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ സിറ്റുവേഷൻ എനിക്ക് വന്നത് ഇതിങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടാണ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ കുറ്റപ്പെടുത്തും അല്ലെ. അതിനു പകരം അതിനോട് പ്രതികരിക്കാൻ നമ്മൾ പഠിക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ടാവും അല്ലെ. അതിനെ നമ്മൾ പ്രതികരിക്കാൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അവരെന്നെ ചതിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. പല ആളുകളും പറയുന്നേക്കാം, അവനെന്നെ ചതിച്ചു. അവൻ എന്നെ ചതിച്ചു എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്നെ ചതിക്കാൻ ഞാൻ അവനെ അനുവദിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ സത്യാവസ്ഥ. നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടാണ് അവൻ ചതിച്ചത്. അപ്പോ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റാത്തത് ആ കുറ്റം അവരെ മേലിൽ നമ്മൾ ആരോപിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും മാറ്റം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം നമ്മൾ തന്നെ ഏറ്റെടുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയന്ത്രണങ്ങളും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ബോധത്തിൽ ഓരോ കാര്യവും നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന അവസ്ഥ കുറഞ്ഞു വരും. ഓരോ കാര്യത്തിന്റെയും ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളായാലും ഓരോ സിറ്റുവേഷൻ ആയാലും അത് എൻ്റെ ഉള്ളിലുള്ള ഊർജത്തിന്റെ മറ്റൊരു രൂപമാണ്. അതാണ് അതിന്റെ സത്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എനർജിയുടെ അല്ലെങ്കിൽ ഊർജത്തിന്റെ മറ്റൊരു രൂപമാണ് നമ്മുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് മറ്റൊരാളല്ല, അതിന്റെ കാരണം ഞാൻ തന്നെ ആണ്. ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ടാവും അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകള്, നമ്മൾ ഓരോ കാര്യത്തിനെയും ചിന്തിക്കുന്ന രീതി, ആ ചിന്തകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇമോഷൻസ്, നമ്മൾ അതിനോട് കാണിക്കുന്ന മനോഭാവം, നമ്മൾ ഓരോന്നിനോടും ഓരോ മനോഭാവത്തോടെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. പല കാര്യങ്ങൾക്കും നമുക്ക് പല മനോഭാവമാണ്. ആ മനോഭാവം എന്ന് പറയുന്ന ആ ഒരു ലെൻസിലൂടെയാണ് നമ്മൾ ഓരോന്നിനെയും നോക്കി കാണുന്നത്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ,
ആ മനോഭാവം ഒരു മനുഷ്യനെ എത്രമാത്രം തളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ഉയർത്തുന്നുണ്ട്, എത്രമാത്രം അഹങ്കാരിയാക്കുന്നുണ്ട്, എത്രമാത്രം സ്വാർത്ഥനാക്കുന്നുണ്ട് എന്നുള്ളതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു താഴ്ന്ന ജാതിയില്, വളരെ താഴ്ന്ന ജാതിയില് ജനിച്ച ഒരു കുട്ടി, ആ കുട്ടി ജനിച്ചു വളരുന്നത് ആ ഒരു സമുദായത്തില് അത്രയും താഴ്ന്ന ജാതിയാണ്. അതിൽ ജനിച്ചു വളരുന്ന സമയത്ത് ആ കുട്ടി മനസ്സിലാക്കുകയാണ്, വളർന്ന് വലുതായി വരുമ്പം ആ കുട്ടി മനസ്സിലാക്കുകയാണ്, ഞാൻ ജനിച്ച ഈ ഒരു സമുദായം ഈ സൊസൈറ്റിയിലെ ഏറ്റവും താഴ്ന്ന സമുദായമാണ്. ഞങ്ങൾ മറ്റുള്ളവർക്ക് ജോലി ചെയ്തു കൊടുക്കേണ്ട ആളുകളാണ്, അടിമപ്പണി എടുക്കേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അത് അനുഭവിക്കുകയും ചെയ്യാണ് ആ കുട്ടി. അത് കാണുകയും അനുഭവിക്കുകയും ചെയ്യാണ്. ഞങ്ങളെ മുൻ തലമുറക്കാർ മുഴുവനും വലിയ വലിയ ആളുകളുടെ വീട്ടിൽ ജോലി ചെയ്യുക, അവരെ അടിമകളായിട്ട് ജീവിക്കുക, അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുക എന്നുള്ള ഒരു ജീവിതം കണ്ടു വളരുന്ന ഒരു കുട്ടിയുടെ മനോഭാവം, ആ കുട്ടിക്ക് ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരിക്കും? ആ ഒരു മനോഭാവത്തിൽ വളരുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് എപ്പോഴും ആ ഒരു താഴ്ന്ന തട്ടിലുള്ളതാണെന്നുള്ള മനോഭാവത്തോടു കൂടെയായിരിക്കും സമൂഹത്തിൽ ഇടപഴകുക. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ ആയിരിക്കും. മറ്റൊരാളുടെ ഒരു വേദിയിൽ പോയി നിന്നാലും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനുള്ള സ്ഥലത്ത് പോയി നിന്നാലും അവർ ആ ഒരു മനോഭാവത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ സിറ്റുവേഷനെയും ഓരോ സ്ഥലത്തും നമ്മൾ കാണുന്ന മനോഭാവത്തിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നമ്മൾ നോക്കി കാണുന്ന ഒരു മനോഭാവമാണ് നമ്മളെ ഈ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ ശരിയാണ്, അവിടെയാണ് തെറ്റ് പറ്റിയത് എന്നുള്ളൊരു മനോഭാവമുണ്ട് നമുക്ക്. അതിൽ നിന്നാണ് കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ മറ്റുള്ളവരുടെ, നമ്മൾ ജനലിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നതും നമ്മൾ സ്വന്തം മിററിലേക്ക് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, അല്ലേ? നമ്മളെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ മിററിലേക്ക് നോക്കണം. നമ്മൾ മറ്റുള്ളവൻ്റെത് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനല് തുറന്ന് നോക്കുന്നുണ്ടാവുക. അതേപോലെ നമ്മളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്ന സമയത്ത് ഈ ഒരു കുറ്റപ്പെടുത്തല് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഒരു മനുഷ്യനെ തളർത്താൻ എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ അതിന്റെ റീസൺ തേടി പോകുന്ന സ്വഭാവം ഉണ്ടാവില്ല നമുക്ക് പലർക്കും. എല്ലാറ്റിന്റെയും കാരണം കണ്ടെത്തണം എന്നൊരു പിടിവാശി ഉണ്ടാവും. അതിന്റെ കാരണം എന്താണ്, ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണ്, അങ്ങനെ ഓരോന്നിന്റെയും കാരണം അന്വേഷിച്ച് നമ്മൾ പോവാറുണ്ട്. എല്ലാത്തിനും ചില കാരണങ്ങൾ ഉണ്ടാവും, പക്ഷെ എല്ലാം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ശരിയായിക്കൊള്ളണമെന്നുണ്ടാവില്ല. നമ്മളെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ടെത്തുന്നത് കൃത്യമായിക്കൊള്ളണമെന്നോ അത് ശരിയായിക്കൊള്ളണമെന്നോ ഉണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളുടെ എല്ലാ കാരണവും എനിക്ക് അറിയില്ല എന്ന് സ്വയം സമ്മതിച്ചു കൊടുക്കുകയാണ് അതിൽ ഏറ്റവും നല്ലൊരു മാർഗം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല അനുഭവങ്ങളുടെയും കാരണം അതെനിക്ക് അറിയില്ല എന്ന് നമ്മൾ സ്വയം സമ്മതിച്ചു കൊടുക്കുക. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവികളിലെ ഒരു ജീവിയാണ്. അപ്പൊ അതില് ഈ പ്രപഞ്ചം തീരുമാനിച്ച ഒരുപാട് റൂൾസുകൾ ഉണ്ടാവും. എല്ലാത്തിന്റെയും കാരണം തേടി നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നമ്മൾ പലതിനെയും കുറ്റപ്പെടുത്തിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതി, ഈ ഒരു പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അവിടെ വലിയൊരു ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക. നമ്മളുടെ സിറ്റുവേഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനെ നമ്മൾ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കാണിക്കും. നമുക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് അത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് പറയാൻ പോകുന്നതിനപ്പുറം
ആ പ്രോബ്ലത്തിലേക്ക് നമുക്ക് നോക്കിയിട്ട് അതിനെ ഫേസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുമ്പോഴായിരിക്കും അതിന്റെ റീസൺ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക. നേരെ മറിച്ച് ഇത് ഇന്ന കാരണം നമുക്ക് അതിന്റെ പ്രോബ്ലത്തിന്റെ റീസൺ മനസ്സിലാവില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനൊക്കെ ഓരോ കാരണങ്ങളും കുറ്റപ്പെടുത്തലുകളും ആക്കിയിട്ട് മാറ്റി വെക്കുമ്പോൾ അതിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റികളും ഉണ്ടാവും. ചിലപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ്. ലൈഫിൽ പലരും സ്റ്റെക്കായി പോവാറുണ്ട് പല സ്ഥലങ്ങളിലും, അല്ലേ? അതിനൊക്കെ നമ്മൾ ഓരോരോ കാരണങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ കണ്ടെത്തും. ഞാൻ ഈ വീട്ടിലായതുകൊണ്ടാണ് എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയത്, എന്നെ പുറത്ത് വിടാത്തതുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാതായി പോയത്, അല്ലേ? അങ്ങനെ നമ്മൾ ഓരോന്നിനെയും കുറ്റപ്പെടുത്തിയിട്ട് നമ്മൾ സേഫ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ നമ്മൾ സ്റ്റെക്കായി നിൽക്കുകയാണെന്നാണ് അതിന്റെ ഒരു സത്യം. ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ അവിടെ സ്റ്റെക്ക് ആവുകയാണ്. ആ ഒരു സമയത്ത് മറ്റുള്ളവരെ ബോധിപ്പിക്കാനോ അല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് ശരിയായിട്ട് കാണിക്കാനോ വേണമെങ്കിൽ അത് ഉപകാരപ്പെടുമായിരിക്കും. അല്ലാതെ നമ്മുടെ ലൈഫിൽ ഒരിക്കലും നമുക്ക് ആ ഒരു കുറ്റപ്പെടുത്തൽ കൊണ്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. നമ്മള് കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഒരു ദിവസം നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നത്, അല്ലെ? ഒരു രാവിലെ മുതൽ രാത്രിയാവുന്നത് വരെ പല കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താറുണ്ട്. ശരിക്കും അവരെ നമ്മൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകളെ നമ്മൾ തളർത്തുകയാണ് ആ ഒരു വ്യക്തിനെ. നമുക്ക് എങ്ങനെയാണ് മറ്റൊരാളെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ എത്രമാത്രം ഫീലിങ്സ്, ഇമോഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അത് നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുകയും കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര തവണ ഈ ഒരു പാറ്റേണിലൂടെ കടന്നു പോകുന്നുണ്ട്, ഓരോ കാര്യത്തിലും ഉണ്ടാവും. നമ്മൾ പലതിനെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പല കാര്യത്തിനെയും നമ്മൾ കുറ്റപ്പെടുത്തി നമ്മൾ എങ്ങനെ പോവാണ്. അവിടെ നമ്മളെ സേഫ് ആക്കുകയാണ്. അത് ആ ഒരു പ്രശ്നം കൊണ്ട്, ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട്, മറ്റത് അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എന്ന് നമ്മളെങ്ങനെ നമ്മളെ വഴി നമ്മൾ ക്ലിയർ ആക്കിയിട്ട് മറ്റെല്ലാവരെയും നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി പോവാണ്. അത് കുറച്ചും കൂടെ രൂക്ഷമായിട്ടുള്ള കുറ്റപ്പെടുത്തലുകളാവുമ്പോഴാണ് മറ്റുള്ളവർ ആ കുറ്റബോധത്തിലേക്ക് വീണു പോകുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, അല്ലേ? ആ ഒരു കുറ്റബോധം കൊടുക്കുന്നത് ഈ ഒരു കുറ്റപ്പെടുത്തലിലൂടെയാണ്. സത്യത്തിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പോലും തിരിച്ചറിയാതെ പലരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണാത്ത, നേരിട്ട് അറിയാത്ത പല കാര്യങ്ങളും നമ്മളും കൂടെ ചേർന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ പിറകോട്ട് ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ ആ ഒരു വ്യക്തിനെ നമ്മള് ഒരു ടൂൾ ഇല്ലാതെ കൊല്ലുക എന്നൊക്കെ പറയില്ല, അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് പല ബന്ധങ്ങളിലും ശരിക്കും ഏത് റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞാലും ഈ കുറ്റപ്പെടുത്തൽ വരുമ്പോഴാണ് അവിടെ ബന്ധങ്ങളിൽ അകലം സംഭവിക്കാൻ തുടങ്ങും. പരസ്പരം കുറ്റപ്പെടുത്തുക, അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോന്നിന്റെയും പിക്ചർ കിട്ടും, അല്ലെ? നമ്മുടെ ലൈഫുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. നമ്മളെപ്പോഴും അവിടെ സേഫ് ആയിരിക്കും. നമ്മൾ അവരെ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ്, നമ്മൾ അവിടെ സേഫ് ആവുകയാണ്, അല്ലെ? അങ്ങനെ ഒരു ലൈഫിൽ അല്ല ഒരു ഡേ നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ എണ്ണിയാൽ തീരാവുന്ന അത്രയും നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ പലതരം അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും.
ഓരോ ദിവസമായി കഴിഞ്ഞാലും ഓരോ നിമിഷമായി കഴിഞ്ഞാലും പല പല അനുഭവങ്ങളിലൂടെയുള്ള യാത്രയാണ് നമുക്ക്. ഈ ഒരു യാത്രയില്, ഈ ഒരു പ്രപഞ്ചത്തില്, ഈ ഒരു യൂണിവേഴ്സിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ, ഈ ഒരു മനോഭാവം, നമ്മളെ അനുഭവങ്ങളെ നമ്മൾ ഏത് മനോഭാവത്തോടെ ഉൾക്കൊള്ളണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളെ മുമ്പിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷനെ, ആ ഒരു പ്രോബ്ലത്തെ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഏത് മനോഭാവത്തോടു കൂടെ നമ്മൾ നോക്കി കാണണം. ഞാൻ നേരത്തെ പറഞ്ഞ മനോഭാവം എന്ന് പറയുന്ന ഒരു അവസ്ഥ, നമ്മള് കൂടുതൽ ആ ഒരു വിഷയത്തില് നമ്മൾ ഇറിറ്റേറ്റ് ആവാതെ, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിനെ ആസ്വദിക്കാൻ ശ്രമിക്കാതെ, ആ ഒരു നോർമൽ മൈൻഡ് സെറ്റോടു കൂടെ നമുക്ക് അതിനെ നോക്കി കാണാൻ കഴിയുക. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇമോഷൻസ് കൂടുതൽ കൊടുക്കാതെ ആ ഒരു സാഹചര്യത്തിനെ നോക്കി കാണാൻ നമുക്ക് കഴിയുന്ന സമയത്ത്, ആ ഒരു അനുഭവത്തിനെ നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോൾ, അവിടെയാണ് നമുക്ക് കൃത്യമായിട്ട് ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങൾക്കും ഓരോ നിറങ്ങൾ കൊടുക്കാൻ കഴിയുക. അതിനെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അതിനെ മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാതെ, മറ്റൊരാൾക്ക് അതിന്റെ നിയന്ത്രണം കൊടുക്കാതെ, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റേത് മാത്രമാണ് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയ കുറെ ഹാപ്പിനെസ് നമുക്ക് തിരിച്ചു കിട്ടും, അല്ലേ? പൂർണ്ണ മനസ്സോടെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു തകരാറും ഉണ്ടാവില്ല, ഇല്ല. നമ്മുടെ മനസ്സിൽ അത്രയും സന്തോഷത്തോടു കൂടെ ഒരു കാര്യം നമ്മൾ സ്വീകരിക്കുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പൂർണ്ണ സന്തോഷത്തോടു കൂടെ നമ്മൾ അത് സ്വീകരിക്കുമ്പം അതിന്റെ മിസ്റ്റേക്കുകൾ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടാവില്ല, അല്ലേ? മിസ്റ്റേക്ക് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം വരില്ല. അപ്പോ നമ്മൾ മിസ്റ്റേക്ക് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കുറ്റപ്പെടുത്തലുകൾ വരുന്നത്. നമ്മൾ ഈ നിമിഷത്തിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക. ഈ നിമിഷത്തോടുള്ള, ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷത്തോടുള്ള പ്രതികരണം പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനെ മറ്റൊരാൾക്ക് നിയന്ത്രിക്കാൻ നമ്മൾ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളെ തലയിൽ ഏൽപ്പിക്കാതിരിക്കുക. അതിന്റെ പൂർണ്ണ നിയന്ത്രണവും, അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ വേണം നമ്മൾ ഓരോ നിമിഷത്തെയും മുന്നോട്ട് കടന്നു പോകാൻ. നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ അവരെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉത്തരവാദി അല്ലാത്തതുപോലെ തന്നെ നമ്മുടെ ലൈഫിലുള്ള പ്രശ്നത്തിനും മറ്റൊരാൾ ഉത്തരവാദി അല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മൾ ആ ഒരു പാറ്റേണിൽ വന്നതുകൊണ്ടും നമ്മൾ സമൂഹത്തിൽ അത് അനുഭവിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തത്. നമ്മളിപ്പോഴും തിരിച്ചറിയുന്നില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ തെറ്റ് തിരിച്ചറിയാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇനി മുതൽ ഓരോ നിമിഷവും നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടുകൂടെ ഈ ഒരു കാര്യത്തിന് നമ്മൾ മനസ്സിലൊരു ദൃഢമായിട്ടുള്ള ഒരു നിശ്ചയം എടുക്കുകയാണ്. പൂർണ്ണമായിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറ്റപ്പെടുത്തലിനെ ഞാൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ മറ്റൊരു വസ്തുവിനെ കുറ്റപ്പെടുത്തുക, മറ്റൊരു സാഹചര്യത്തിനെ കുറ്റപ്പെടുത്തുക, ഇതൊക്കെ നമ്മൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദൃഢമായിട്ടൊരു നിശ്ചയം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഓരോ സാഹചര്യം വരുമ്പോഴും നമുക്ക് അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളതാണ്. നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. അതിനെ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനും കഴിയും.
അപ്പോ ഇത്രയും കാര്യങ്ങളാണ് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ ഒരു മനുഷ്യൻ എത്രമാത്രം ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എത്രമാത്രം തളർത്തുന്നുണ്ട്, അവന്റെ കഴിവുകളെ വരെ നശിപ്പിക്കുന്നുണ്ട്, അവന്റെ ആ ഒരു സ്കില്ല് വരെ സ്റ്റക്കായി പോകുന്ന അവസ്ഥയാണ്. ഓരോരുത്തരും അത് അനുഭവിച്ചവരായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ കുറ്റപ്പെടുത്തലുകളെ ഏറ്റുവാങ്ങി യാത്ര ചെയ്യുന്നവരുണ്ടാവും, കുറ്റപ്പെടുത്തലിൽ തളർന്നു പോയ ആളുകൾ ഉണ്ടാവും. അതും ചെയ്യാത്ത പല കാര്യങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾ വാങ്ങിയ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ശരിയായിട്ടുള്ള ഒരു കാരണം മനസ്സിലാക്കാതെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, അല്ലെ? അപ്പോ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളുടെ ഉത്തരവാദി മറ്റാരോ എന്ന് നിങ്ങളും, മറ്റുള്ളവരെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ചിലപ്പോൾ പറ്റും, അല്ലെ? മറ്റാരോ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിയുന്നുണ്ടാവും. എന്നാൽ നമുക്ക് യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും നേടാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിച്ചു നോക്കണം. നമുക്ക് ഒരാളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്താണ് നേടുന്നത് എന്നുള്ള ഒരു വലിയ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു ശീലം, കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ശീലം ഒരു മനുഷ്യനിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അവന്റെ ആ ഒരു ബോധം, ഈ ഒരു യൂണിവേഴ്സൽ കണക്ഷൻ നഷ്ടപ്പെട്ടു പോകും. ഒരു സെൻസിറ്റിവിറ്റി ആ ഒരു കണക്ഷൻ ആ വ്യക്തിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. നഷ്ടപ്പെട്ടു പോവാന്ന് പറഞ്ഞാൽ അയാൾ ആ ഒരു പാറ്റേണിലൂടെ മാത്രമായിരിക്കും, അയാൾക്ക് എപ്പോഴും എന്ത് വിഷയത്തിലും ഒരു കാരണം കണ്ടെത്തുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് അയാളെ ബ്രെയിൻ ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കും. എപ്പോഴും ഓരോന്നിന്റെയും റീസൺ കണ്ടെത്തുക, അതിനെ കുറ്റപ്പെടുത്തുക, അതിന്റെ പിറകെ പോവുക. അപ്പോ എന്ത് വിഷയത്തിലും അയാൾക്ക് അതിന്റെ മിസ്റ്റേക്കിലേക്കായിരിക്കും എപ്പോഴും അയാളെ ഫോക്കസ് ഉണ്ടാവുക. ആ മിസ്റ്റേക്ക് എന്താണ്, ഇതിന്റെ മിസ്റ്റേക്ക് എന്താണ്? അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ജീവിതം ഒരിക്കലും അത് സന്തോഷമായിരിക്കില്ല, ഹാപ്പിനെസ് കിട്ടുന്നതായിരിക്കില്ല. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സോട് കൂടെ ഈ ഒരു നമുക്ക് ആവശ്യമില്ലാത്ത, മറ്റൊരാളെ ഉപദ്രവിക്കുന്ന, മറ്റൊരാളെ മുറിവേൽപ്പിക്കുന്ന ഈ ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ പറ്റുന്ന ഒരു കാര്യമാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെറിയ കാര്യത്തിന് പോലും മറ്റൊരാളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ആ ഒരു തീരുമാനം, ഒരു കുറ്റപ്പെടുത്തൽ എന്ന് പറയുന്ന ആ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഞാനിനി മുന്നോട്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ സാഹചര്യങ്ങളെ, അത് ഞാൻ എൻ്റെ ഉള്ളിലുള്ള എനർജി, എൻ്റെ ഊർജം തന്നെയാണ് മറ്റൊരു രൂപമാറ്റം സംഭവിച്ച് എൻ്റെ മുമ്പിൽ ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറുന്നത് എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തിയിട്ട് അതിനെ നേരിടാനും അതിനോട് പ്രതികരിക്കാനും പഠിക്കുന്ന നല്ല കഴിവുള്ള ആളുകളായിട്ട് ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. വിഷയം ഉണ്ടാവല്ലോ നമുക്ക്, അല്ലേ? ഞാൻ ആ ലിസ്റ്റിൽ വരുന്ന ആളാണോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. എന്തറിയോ, ഈ ഒരു വേർഡ് ബ്ലെയിം വെച്ചിട്ടുള്ള ജസ്റ്റ് ഓൺ വേർഡ് വെച്ചിട്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ ഇന്ന് സർ പറയുമ്പോൾ റിയലൈസ് ചെയ്തു. ഇതൊരു ടോപ്പിക് ആയിട്ട് എടുത്തിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്
റിയലി ഒരു ഞാൻ ഇങ്ങനെ സാർ പറയുമ്പോ ഈ പാരലലി ആലോചിച്ചുകൊണ്ടിരുന്നു. ബട്ട് ഞാൻ എനിക്ക് ഫീൽ ചെയ്ത് ദാറ്റ് ഈസ് ഈ എളുപ്പാണ്, ബ്ലെയിം ചെയ്യാൻ എളുപ്പാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി എനിക്ക് തോന്നിയത് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മളുടെ ഭാഗത്തു നിന്നുള്ളൊരു മിസ്റ്റേക്ക് ആണോ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ ബ്ലെയിം ചെയ്യാനുള്ളത് ഫീലായി. പിന്നെ ഇതൊക്കെ ഇറ്റ്സ് സംതിങ് ആസ് എ പാർട്ട് ഓഫ് ലൈഫ് ആയി പോയിട്ടുണ്ട് ബ്ലെയിം ചെയ്യുന്നത്. എളുപ്പമാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ സാർ ഇപ്പൊ പറയുമ്പോഴാണ് ഓരോരോ സ്റ്റെപ്പ് ഞാൻ ആലോചിച്ചത്. നമ്മൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യും, ഞാൻ ഒരു ഫാമിലിയിൽ പറയാം, ഹസ്ബൻഡിനെ ബ്ലെയിം ചെയ്യും, അച്ഛനെ ബ്ലെയിം ചെയ്യും, മക്കളിനെ ബ്ലെയിം ചെയ്യും, സെൽഫ് ബ്ലെയിമിങ്ങും ഉണ്ട്. സോ ഇത് നമ്മൾ റിയലൈസ് ചെയ്യാതെ ഇങ്ങനെ ഒരു പറയുമ്പോഴാണ് നമ്മളൊന്ന് ചിന്തിക്കും. നമ്മളിങ്ങനെ ഒരു ടോക്ക് സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് അത് ചിന്തിക്കാനുള്ളത് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് നമ്മൾ ഒരു പാർട്ട് ഓഫ് ലൈഫിനാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് അത് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയത് എത്രമാത്രം അത് വേറെ ഒരാളുടെ ഹേർട്ട് ചെയ്യുന്നത്, ആ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നത്, അത് നമ്മൾ റിയലൈസ് ചെയ്യണം. നമ്മൾ ആ വിശ്വാസം പോവാണ്, ആ സെൽഫ്, ആ പേഴ്സൺ നമ്മൾ ബ്ലെയിം ചെയ്യാൻ ആ പേഴ്സന്റെ കോൺഫിഡൻസിന് അത് തളർത്താണ്. അത് എനിക്കത് ഒരുപാട് ഞാൻ ഇപ്പൊ ആലോചിച്ചു. നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ച് ആലോചിച്ചിട്ട് ബ്ലെയിം ചെയ്യാം. ചിലപ്പോ എനിക്കതൊരു കൺഫ്യൂഷൻ വന്നു, ബ്ലെയിമിങ്ങും ക്രിറ്റിസിസം, ഈ രണ്ട് വേർഡ്സും ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ക്രിറ്റിസിസം ചെയ്യുന്നതിനുള്ളതുണ്ടല്ലോ, ഈ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ അത് പോസിറ്റീവ്. ബ്ലെയിം എന്ന് പറയുന്നത് ഒരാളിനെ അറ്റാക്ക് ചെയ്യാണ്, അൺനെസസറി അറ്റാക്ക് ചെയ്യാന്നുള്ളത് എനിക്ക് ഫീൽ ആയി. അല്ലെങ്കിൽ സാർക്ക് അതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ സാർ പറയണം. ബിക്കോസ് എപ്പോഴും നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇത് പറയും. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ ഉണ്ട്. സോ ഈ ബ്ലെയിമിങ് എന്ന് പറയുന്നത് ചില സമയത്ത് നമ്മളുടെ മിസ്റ്റേക്ക്. ഇപ്പൊ ഞാൻ ഇത് എനിക്ക് ഫീൽ ചെയ്ത് ബ്ലെയിം ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക. പിന്നെ പേഴ്സണിനെ ബ്ലെയിം ചെയ്യുന്ന പകരം സിറ്റുവേഷൻസിനെ ബ്ലെയിം ചെയ്യുക. ചിലപ്പോൾ ആ സിറ്റുവേഷൻസിൽ ബ്ലെയിം ചെയ്യുമ്പോൾ ആ പേഴ്സൺ അല്ല അതിന്റെ മെയിൻ റീസൺ ഉള്ളൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. ബട്ട് ഇന്ന് തൊട്ടിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് എളുപ്പത്തിലുള്ള കാര്യം ബ്ലെയിമിങ് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ നോക്കാന്നുള്ളത് എനിക്ക് ഫീൽ ആയ ഒരു കാര്യം. സർ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ആൻഡ് സാറിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ, നല്ല കാം ക്വയറ്റ് ആയിട്ട്, അതും വളരെ ഇംപ്രസ് ചെയ്ത ഒരു കാര്യമാണ്. ഇനി ഇങ്ങനെ കുറെ സെഷൻസ് ആയിട്ട് ഒരു വേർഡിലാണ് സാർ ഇന്നൊരു സെഷൻ എടുത്തത്. സോ ഐ അപ്രിഷിയേറ്റ് ദാറ്റ് ഫോർ യുവർ ടോപ്പിക്. താങ്ക് യു സർ. ഇനി കുറെ സെഷൻസ് ആയിട്ട് വരണം. സാർ ബിസിയാണ്. പിന്നെ സാറുടെ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിരുന്നു, ഞാൻ കുറച്ച് അത് ശ്രദ്ധിച്ചു. വെരി നൈസ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കളർഫുൾ ആണ് സാർ. കളർഫുൾ. ഓക്കെ ഓക്കെ. വണ്ടിയിലാണോ? വളരെ നല്ല വണ്ടിയിലാണ്. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഞാനും ഇതന്നെ പോലെ ആലോചിച്ചു. ഈ ഒരു ഒറ്റ വാക്കില് ഇത് ഇത്രയും എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു ചെറിയൊരു ടോപ്പിക്ക്, പക്ഷെ അതിനെ വളരെ നല്ല രീതിയിൽ ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആരും ഇതൊരു സബ്ജക്റ്റ് ആയിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാല് നമ്മളൊന്നും മനസ്സിലാക്കാത്ത ഒരു വിഷയം, എന്ത് എളുപ്പത്തിൽ കഴിയുന്ന ഒരു കാര്യം. നമുക്ക് വരുന്ന ഒരു പ്രശ്നത്തെ മറ്റൊരാളുടെ തലയിൽ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നമ്മളെ കൈ നീട്ടി എസ്കേപ്പ് ആവുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അതിന്റെ പിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെല്ലാം ഇത് അനുഭവിച്ചു വന്നവരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചു വന്നിട്ടാണ് നമ്മള് വന്നിട്ട് ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവണത്. എന്നിട്ട് പോലും നമ്മളും ഇപ്പോഴും വരുന്ന പ്രോബ്ലംസിനെ ചലഞ്ച് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോഴും നമുക്ക് മടിയാണ്. ഞാനായാലും പോലും ഇട്ടാ നമ്മളപ്പ തന്നെ പെട്ടെന്ന് അത് കുട്ടികളുടെ തലയിലായാലും ഇട്ട് കൊടുത്ത് എസ്കേപ്പ് ആവാം. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ നശിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടികളെ ചീത്ത പറഞ്ഞ് നമ്മള് എസ്കേപ്പ് ആവണം അവിടുന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ നമ്മൾ തന്നെയാണ് കാരണക്കാരെന്നുള്ളത്
സാർ പറഞ്ഞ പോലെ എല്ലാത്തിന്റെ പിന്നിലും നമ്മളുടെ ദേഷ്യം വരുന്ന ഏതൊരു കാര്യത്തിനും നമ്മൾ തന്നെയാണ് കാരണക്കാര്. ആ ഇമോഷന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സോ ഹാപ്പി. എന്തും ഈ പറഞ്ഞ പോലെ നമ്മളാണ് എല്ലാത്തിന്റെ പിന്നില്. എല്ലാം അക്സെപ്റ്റ് ചെയ്യാം എന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. എന്തായാലും വളരെ നല്ല സെഷൻ. താങ്ക് യു സാർ. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. അതെ, ഈ ഒരു വിഷയം ഇത് മാത്രം പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആവണമെന്നില്ല. ഇത് ഒരു മനുഷ്യന്റെ കഴിവിന്, ഇപ്പൊ അൻസാർ സാർ പറഞ്ഞു നമ്മൾ ഇതൊക്കെ ഏറ്റുവാങ്ങി വന്നവരാണ്, എന്നിട്ടും നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഈ പ്രപഞ്ചത്തിൽ അല്ലെ ഈ ഭൂമിയിൽ ജനിച്ച മുതൽ നമ്മൾ ഇത് കേട്ടിട്ടാണ് വളരുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും തിരിച്ചറിയാൻ, അല്ലെങ്കിൽ ഇത് നമ്മുടെ ലൈഫിന്റെ പാർട്ടാണോ എന്ന് പോലും ടീച്ചർ ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബ്രെയിൻ ഫങ്ഷനുമായിട്ട് അല്ലെ നമ്മളെ ന്യൂറോൺസിൽ അത് ഡാറ്റ ആയിട്ട് കിടക്കുകയാണ്. അതൊക്കെ നമ്മൾ ഒരു ദിവസത്തിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ, ഇപ്പൊ വണ്ടിയിൽ പോകുന്ന അൻസാർ സാർ ആയാലും ഒരു വണ്ടി പാസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റുമ്പം അവരെ തലയിലേക്ക് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടാണ് ചൂണ്ടുന്നത്. നമ്മളിലേക്ക് നോക്കുന്നതിന് പകരം അപ്പുറത്തുള്ള ആളെ മിസ്റ്റേക്കിലേക്കാണ് നമ്മൾ ആദ്യം ഫാസ്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ ഇതൊരു പാറ്റേൺ ആയിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സ്കില്ല് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു കോൺഫിഡൻസ് ഇതൊക്കെ മറ്റുള്ളവർ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരാൾക്ക് നശിപ്പിക്കുമ്പോൾ നമ്മളെ മറ്റൊരു ടീം മുമ്പേ നശിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും താങ്ക് യു. ഹൈസം സർ നല്ലൊരു ടോപ്പിക് തന്നെയായിരുന്നു കേട്ടോ. ഒരു മോർണിംഗ് സർക്കിളിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കറിയാം അവർക്കത് മാനസികമായിട്ട് സന്തോഷമായിരിക്കൂല. കുറ്റപ്പെടുത്തുന്നത് കേൾക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുപോലെ അവരുടെ കോൺഫിഡൻസ് നിരന്തരമായിട്ടൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കോൺഫിഡൻസും ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ഗ്രോത്തിനെ തന്നെ തടയുന്നു എന്നുള്ളത് അത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാരും ചിന്തിക്കൂല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാർ ഇങ്ങനെ ചന്ദ്രമാമൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ അത് ശരിക്കും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് മാറ്റം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അവളെ കുറ്റപ്പെടുത്തി നമ്മൾ അവിടെ സ്റ്റക്ക് ആവും. അതിന്റെ ഒരു പരിഹാരത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. നമ്മളത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനൊരു പരിഹാരം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂല. അപ്പൊ അത് നമ്മളുടെ ഗ്രോത്തിനെ തന്നെയാണ് തടയണമെന്നുള്ളതാണ്. നമ്മളുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കുകയില്ല. അങ്ങനെ നമ്മൾ എപ്പോഴും ആ ഒരു ശീലം ഉണ്ടെങ്കിൽ തന്നെ, കുറ്റപ്പെടുത്താനുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ എന്തായാലും നല്ലൊരു ടോപ്പിക്കാണ്. ഒന്ന് ചിന്തിക്കാനായിട്ട് ഇതായിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു ഇന്ന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സജ്ന മാം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വണ്ടർഫുൾ, അടിപൊളി. എന്താ പറയാ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ സാറ് എടുക്കാനുള്ള കാരണം എന്താ, സാറ് പിന്നെ ഒറ്റക്ക് എഴുതിണ്ടാക്കിയ ഒരു ക്ലാസ് ആയിരുന്നോ, അതല്ലേ വേറെ? ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊന്നും കേട്ടില്ല. ആരാണ് സംസാരിക്കുന്നതെന്ന് പറയാം. ഫൗസിയാറിന്റെ ഒരാളാ. ഫൗസിയ കേൾക്കുന്നില്ലേ? ഹലോ. എന്താ ചോദിച്ചത്? ഈ ക്ലാസ് കേൾക്കാം. സാറിന്റെ ഈ ക്ലാസ് എടുക്കാൻ കാരണം ചോദിച്ചു. സംസാരിച്ചോളൂ. അത് ചോദിച്ചേ. കാരണം സ്റ്റാർട്ടിങ്ങില് ഹലോ, സ്റ്റാർട്ടിങ്ങിലൊന്നും ഇത് കേട്ടില്ല. അതാ സ്റ്റാർട്ടിങ് ഞാൻ കേട്ടില്ല. 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കേട്ടത്. സാർ ഇതെന്താ എടുക്കാൻ കാരണം എന്ന് വെച്ച്, സാർ ഇത് സ്വയം ഉണ്ടാക്കിയ ക്ലാസ് അല്ലേ, അതല്ലെങ്കിൽ വേറെ? അല്ല, സ്വയം ഉണ്ടാക്കിയത് എന്ന് പറയുമ്പം ഞാൻ പറയാം, നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ലൈഫിൽ, അല്ലെ? നമ്മുടെ ജനനം മുതല് നമ്മൾ ഇതുവരെ ഈ നിൽക്കുന്ന പ്രായം വരെ ഒരുപാട് അറിവുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. ഒരുപാട് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഹാമസ്തിഷ്കത്തിന്റെ ഉടമയാണ് ഒരു മനുഷ്യൻ.
10,000 കോടി 8,000 കോടി ന്യൂറോൺസ് മുതൽ 10,000 കോടി ന്യൂറോൺസ് വരെ ഒരു മനുഷ്യന്റെ ബോഡിയിലുണ്ട്. 10,000 കോടി ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിനെ 3 വട്ടം ചുറ്റാനുള്ള അത്ര വലുപ്പം ഓരോന്നോരോന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്രയും കഴിവുകൾ, അത്രയും സ്കില്ലുകളുള്ള ഒരു വ്യക്തിയായിട്ടും പോലും മനുഷ്യന് ഈ ഒരു പ്രശ്നത്തിന്റെ ഉള്ളില്, അല്ലെങ്കിൽ അവന്റെ ചിന്തകൾക്കുള്ളിൽ മാത്രം കറങ്ങിയിട്ട്, അവന്റെ ആ ഒരു ചുറ്റുപാടിനുള്ളിൽ കറങ്ങി മാത്രം കുടുങ്ങി പോകുന്നത് അവന്റെ ചിന്താ പാറ്റേൺ, അല്ലെങ്കിൽ അവന്റെ മാനസികാവസ്ഥ, അവന്റെ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയ, നമ്മുടെ കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ടേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ ദിവസവും മുന്നോട്ടാണ് പോകുന്നത് ലൈഫിൽ. ആ മുന്നോട്ട് പോകുന്ന ലൈഫിൽ നമ്മൾ പിറകിൽ നിന്ന് എടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഇതുവരെ വന്ന ആ വഴിയിലൂടെ നമുക്ക് കിട്ടിയ അറിവുകളും അനുഭവങ്ങളും മെമ്മറീസും ആണ് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നയിക്കുന്നതില് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ നമ്മൾ ഇപ്പോഴും പേറിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കുറ്റബോധവും കുറ്റപ്പെടുത്തലും ക്രോധവും കാപട്യവും ഇതൊക്കെ നമുക്ക് ആവശ്യമില്ല, നമ്മളെ ഗ്രോത്തിനെ പിന്നോട്ട് തടഞ്ഞു നിർത്തുന്ന ഈ സാധനങ്ങളും കൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ, അല്ലെ നമ്മുടെ ഓരോ സ്വഭാവത്തിൽ നമുക്ക് കിട്ടിയതാണ്. നമുക്ക് ചിലപ്പോൾ തലമുറകളായിട്ട് തന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പാരന്റിന്റെ അടുത്ത് നിന്ന് കിട്ടിയതായിരിക്കാം, സമൂഹത്തിൽ നിന്ന്, സൊസൈറ്റി തന്നതായിരിക്കാം. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എത്ര കുതിക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മളെ പിറകോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ തടഞ്ഞു നിർത്തുന്ന ഈ 4 കായകൾ എന്നാണ് ഇതിന് ഞങ്ങൾ പറയാം. എന്താ വെച്ചാൽ ഇത് നമ്മൾ കഴിക്കുന്നതോടുകൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ബോധം നഷ്ടപ്പെടും, നമ്മൾ നമ്മുടെ വഴി തെറ്റിപ്പോവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം നമ്മുടെ മോർണിംഗ് സർക്കിളിൽ സംസാരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇതല്ല, ഇതിന്റെ കൂടെ 3 വിഷയം കൂടെ ഉണ്ട്. അത് നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം ഇന്ന് എടുക്കാൻ മനസ്സിൽ ആഗ്രഹിച്ചത്. എന്തായാലും അത് ചോദിച്ചതിൽ സന്തോഷം. എന്നുവെച്ചാല് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഇതിലാണ് അകപ്പെട്ടിരിക്കുന്നത്. സാറ് പറഞ്ഞ മാതിരി നമ്മുടെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ നമ്മളതിലേക്ക് നോക്കൂല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. ഇതാണ് ഇന്ന് ഏറ്റവും മനുഷ്യ ജീവിതത്തിൽ എന്ത് നല്ലത് ചെയ്താലും ഇന്ന് കുറ്റാണ്. അത് എന്ത് ചോരയിൽ നിന്ന് വരെ നമുക്ക് കിട്ടുന്ന, നമ്മൾ നല്ലതെന്ന് ചെയ്തു നോക്കിയാൽ അവിടെ നിന്ന് നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇറങ്ങി പോരേണ്ടി വരും. ഒന്നും ഉണ്ടാവില്ല, ചെറിയൊരു പ്രശ്നങ്ങളാവും. ചെറിയ കുറ്റപ്പെടുത്തുകൾ എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമാണ്. കാരണം വെച്ചാൽ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചത്. അതാ ഞാൻ സാറോട് ചോദിച്ചു പ്രത്യേകിച്ച്. കുറ്റപ്പെടുത്തുക, സാറ് പറയാം ഒരു പേരിൽ നമ്മൾ ചൂണ്ടും, ബാക്കിയുള്ളവരെ നമ്മളെയാണ് ചൂണ്ടുന്നത്. അത് നമ്മൾ നോക്കില്ല, നമ്മൾ മറ്റുള്ളവരിലേക്ക് ആ ഫുള്ള് ശ്രദ്ധ മുഴുവൻ. അതെ, ഒരാളെ കുറ്റപ്പെടുത്തലിന്റെ അനുഭവിച്ച ആളായിരിക്കും നമ്മള്. കുറ്റബോധം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളായിരിക്കും അല്ലെ? അതെ അതെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് നമ്മള് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ കുറ്റബോധം എന്തിനാണ് നമ്മൾ പേറി നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവുണ്ടാവുള്ളൂ. അതെ, നമ്മൾ പോണ വഴി നമ്മൾ ശരിയാണ്, നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ട. പക്ഷെ നമ്മൾക്ക് നമ്മളെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ അവരെങ്ങനെ പറഞ്ഞില്ലേ, അവരെങ്ങനെ ചെയ്തില്ലേ, എന്തിനാ അവരെന്നെ കുറ്റപ്പെടുത്തി, ഇടക്കിടക്ക് നമ്മളേക്ക് അതിങ്ങനെ വരും അല്ലേ? അതാണ് സാറ് പറയാം, നമ്മളെ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ ഫെയിലായി കിടക്കുന്ന കാര്യമാണ്. നമ്മൾ എന്തിനാ ഇപ്പൊ ആലോചിക്കാൻ മതി. പക്ഷെ ഓരോരുത്തർ ഓരോ വിഷയങ്ങൾ പറയുമ്പോൾ ഇവരിങ്ങനെയാണ്, ഇന്നവരെ പറ്റി ഇങ്ങനെ പറയും, ഇവർക്ക് അവരെ സ്വഭാവം അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഞാൻ വിചാരിക്കും ഇവരിപ്പോ എന്തിനാ അതൊക്കെ പറയുന്നത്, അത് അവരെ വെക്കി വിട്ടോട്ടെ. പക്ഷെ ചിലര് മെന്റലിക്ക് അതിന്ന് പോകൂല, എത്ര ശ്രദ്ധിച്ചാലും. ചിലർ അതിന് വേണ്ടി ആ മൈൻഡ് ചെയ്യാൻ പോല. ഒക്കെ ഓരോരുത്തർ സംസാരിക്കും, നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. അതെ അതെ അതെ, നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്ന വാല്യൂക്ക് അനുസരിച്ചാണ് നമ്മളത് സ്വീകരിക്കുന്നത്. നമ്മള് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന വാല്യൂ എത്രയാണോ അതിനനുസരിച്ചാണ് അവരെ വാക്കുകൾ നമ്മളെ മനസ്സിനെ എത്രമാത്രം തളർത്താൻ കഴിയാന്നുള്ളത് തിരിച്ചറിയാം. അതെ. അപ്പോ അത് നമുക്ക് കുറെ വിഷയമായിട്ട് സംസാരിക്കേണ്ടതാണ്. അപ്പൊ എന്തായാലും അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഇടുക എന്നുള്ളതാണ്. ഡിസ്റ്റൻസ് ഇട്ടാൽ മതി. അതെ, നമുക്ക് മറ്റൊരാളെ നന്നാക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ഈസിയാണ് നമ്മളെ നമുക്ക് നന്നാക്കാൻ. അതാരും ശ്രദ്ധിക്കില്ല, അതെ, മറ്റുള്ളവരിലേക്കാണ് എല്ലാവരും നോട്ടം. നമ്മൾ മറ്റുള്ളവരെയാണ്, അവരെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയുക, അവരെ കാര്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക.
പക്ഷെ നമുക്ക് നന്നാവാനുള്ള ആ ഒരു വഴിയെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുകയുണ്ടാവില്ല, നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അതാണ് അതെ ഈ കുറ്റപ്പെടുത്തൽ എന്ന് പറയുമ്പോൾ ഞാനിപ്പോ നിങ്ങള് അറിഞ്ഞോ അറിയാതെയോ ഇപ്പോഴും പറയുന്നത് ആ കുറ്റപ്പെടുത്തലുകൾ തന്നെയാണ്. അതെ അല്ല ഓക്കെ. കുറ്റപ്പെടുത്തിയ സാറ് പറഞ്ഞ മാതിരി അതൊരു ഭയങ്കര വിഷയം തന്നെയാണ്. അതെ, നമ്മൾ ഏറ്റവും അനുഭവിച്ച കൂടുതൽ കുറെ ആ കാര്യങ്ങളായിരിക്കും നമുക്കത് ഒരു മറ്റൊരാളെ പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്, അല്ലെ? അതെ നമ്മൾ അതെ അതെ അനുഭവിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷെ നമ്മൾ അത് അനുഭവിക്കാൻ കാരണം നമ്മളെ പൂർണ്ണ നിയന്ത്രണം നമ്മൾ മറ്റൊരാൾക്ക് കൊടുത്തു എന്നുള്ളതാണ്. അതെ അതെ നമ്മൾ നമ്മുടെ നമ്മുടെ ടൈം വരെ അവിടെ ചെലവഴിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ അതെ, ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മുടെ സന്തോഷവും നമ്മുടെ സങ്കടവും ആ, തീരുമാനിക്കുന്നത് മറ്റൊരു വ്യക്തിയാണ്. അതെ നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാ സിറ്റുവേഷന്റെയും കാരണക്കാരൻ അവരാണ്, അല്ലെ? ആ, ആ വഴിക്ക് നമ്മൾ കുറച്ച് ചിന്തിച്ചു പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ചു വരും നമ്മളിലേക്ക്. തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് പറ്റട്ടെ. ഇൻഷാ അതെ അള്ളാ അതെ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്തൊരു ക്ലാസ്സിൽ എടുക്കാന്ന് വിചാരിക്കുന്നു. ഇൻഷാ അള്ളാ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് താങ്ക് യു യു സർ. സാർ. ഇനി ആർക്കൊന്നും ഹലോ, ഗുഡ് പറയാനില്ലെങ്കിൽ മോർണിംഗ്. പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ്. നമ്മുടെ റൌഫ് സാറിന്റെ ഫോട്ടോ അങ്ങനെ കാണുന്നുണ്ട്. ക്ലാസ് ഓണാക്കിയിട്ട് ഹലോ, ഉറങ്ങാണോ? പറഞ്ഞോളൂ. ആ, പറഞ്ഞോളൂ. ഷെജീല മാം, ഷെജീല മാം അല്ലേ പറയാൻ ഗുഡ് പോകുന്നത്? മോർണിംഗ്. അതെ അതെ, ഗ്യാപ്പ് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. ഒരു വാക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് പറഞ്ഞു. അപ്പൊ എനിക്കും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ ബ്ലെയിം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ആളിൽ വരുന്ന ഒരു നെഗറ്റീവ് എനർജി അവരുടെ ഗ്രോത്തിനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് ശരിക്കും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. വേറൊരാളെ നമ്മൾ ബ്ലെയിം ചെയ്യുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന ആൾക്ക് അതൊരു വിഷമം ആയിരിക്കുമെന്നതിലുപരി അത് ചെയ്യുന്ന ആൾക്ക് ആ ഒരു നെഗറ്റീവ് എനർജി അവരിൽ നിൽക്കും എന്നുള്ളത്, അതെ, അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പൊ അത് പറഞ്ഞ പോലെ സ്വയം നോക്കുക. മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടുന്നതിന് മുമ്പ് സ്വയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് കുറെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വിട്ടെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. പറഞ്ഞ പോലെ ഇതിന്റെ ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാനായിട്ട് വെയിറ്റിംഗ് ആണ്. താങ്ക് യു. താങ്ക് യു. ഇൻഷാ അള്ളാ. നമുക്കപ്പോ വൈകിട്ട് ഓക്കെ, നമുക്ക് നല്ല വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാറിന് ആ, ഇവിടെ ഓക്കെ. നല്ല സമയമാണല്ലേ ഇപ്പൊ? എത്രയാ സമയം? ഇവിടെ സമയം 4 മണി ആവുന്നുള്ളൂ, 4:05 ആവുന്നു. ഈ മോർണിംഗ് സർക്കിൾ നമ്മൾ മിസ്സായി പോകുന്നത് ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് ഇവിടുത്തെ. അതെ അതെ, ഇവിടുത്തെ സമയം നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് വൈകിട്ട് ചെയ്യാലേ സാർ? നമുക്ക് എന്തായാലും ഈ ഫ്രീ ഒരു ആയിട്ട് 1 ഓക്കെ മണിക്കൂറോളായി ഓക്കെ ക്ലാസ് ഓക്കെ എടുക്കും. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. 1 പറഞ്ഞോളൂ. മണിക്കൂർ വിഷിംഗ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. വിഷിംഗ് ഓൾ ബൈ. എ ഗുഡ് ഡേ. ബൈ സർ. ബൈ ഓൾ. താങ്ക് യു സർ. ഓക്കെ. താങ്ക് യു. താങ്ക് യു ഓൾ.